തിരക്കഥാകൃത്തായി ശ്രദ്ധ നേടിയ സച്ചി ആദ്യമായി സംവിധാനം ചെയ്ത അനാർക്കലി മികച്ച പ്രതികരണം സ്വന്തമാക്കി പ്രദർശനം തുടരുന്നു. പൃഥ്വിരാജ്, ബിജുമേനോൻ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ചിത്രത്തിൽ 3 നായകന്മാരാണുള്ളത്. ആറ്റുകോയ എന്ന കഥാപാത്രത്തിലൂടെ സുരേഷ് കൃഷ്ണ തിയേറ്ററുകളിൽ നിന്ന് കയ്യടി സ്വന്തമാക്കുന്നു. മലയാളത്തിലെ 5 സംവിധായകരടക്കം മികച്ച താരനിരയിലാണ് സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംവിധായകൻ സച്ചി, അതോടൊപ്പം സുരേഷ് കൃഷ്ണ എന്നിവരാണ് അതിഥികളായി എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം ഈ റിപ്പോർട്ടറിലേക്ക്. സച്ചിയിൽ നിന്ന് തുടങ്ങാം. കാര്യം എന്താ വെച്ചാൽ തിരക്കഥാകൃത്തായി പല സിനിമകളുടെ വിജയം ആഘോഷിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ വിജയം അതും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വ്യത്യാസം? അതാദ്യം പറയാം, അതിനുശേഷം നമുക്ക് പ്രതികരണം. അല്ല, നമ്മൾ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എഴുതിയൊരു തിരക്കഥ മറ്റൊരു സംവിധായകൻ അത് കൺസീവ് ചെയ്ത് അയാൾ അത് എക്സിക്യൂട്ട് ചെയ്ത് ഇറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിജയത്തിൻ്റെ പൂർണ്ണമായ സന്തോഷം കിട്ടുന്നത് സംവിധായകന് തന്നെയായിരിക്കും. അപ്പോൾ ഒരു തിരക്കഥാകൃത്തം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എഴുതിയ ഒരു തിരക്കഥ അതിൻ്റെ കഥാപാത്രങ്ങൾ എന്താ പറയുക ജീവനുള്ള കഥാപാത്രങ്ങളായിട്ട് വരികയും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൻ്റെ ഒരുപാട് ഇരട്ടിയാണ് സംവിധാനം ചെയ്ത ഒരു സിനിമ വിജയിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു ആദ്യ സിനിമ സംവിധാനം ചെയ്തതിൻ്റെ ഒരു ഇത്രയും വലിയൊരു വിജയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു സന്തോഷമാണ്. ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ടെൻഷൻ്റെ വ്യത്യാസങ്ങൾ എത്തരത്തിലായിരുന്നു? അതൊരുപാട് കൂടുതലാണ്. കാരണം തിരക്കഥ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആദ്യ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നീട് അതിന് അങ്ങനെ വലിയൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. കാരണം കോൺഫിഡൻസ് കൂടുതലായിരിക്കും ആ സമയത്ത് തിരക്കഥാകൃത്തുള്ള നിലയ്ക്ക്. പക്ഷെ നമ്മളിത് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അത് നമ്മൾ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ മാനുവലായിട്ട് ചെയ്യേണ്ട ഒരുപാട് ജോലികൾ, അങ്ങനെ അത്രയും വലിയൊരു കായികാധ്വാനം കൂടി ഇതിൻ്റെ എക്സിക്യൂഷനിൽ വരുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്താ പറയുക, നമ്മൾ അവസാനമൊക്കെ ആകുമ്പോൾ ജഡ്ജ്മെൻറ്റ് പോയി തുടങ്ങും. ഇത് ഓക്കെ ആണോ, ഇത് ഓക്കെ ആണോ അല്ലേ എന്നുള്ള ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. അത് ഈ അവസാനത്തെ ദിവസം, അതായത് സിനിമ റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോയുടെ റിപ്പോർട്ട് വരുന്നത് വരെ അത് വലിയൊരു ടെൻഷൻ തന്നെയാണ്. പിന്നീട് ഷോ കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും റിലാക്സ്ഡ് ആവും. സുരേഷ് കൃഷ്ണ മികച്ചൊരു വേഷം എന്നാണ് പ്രേക്ഷകർ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. ഇത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചോളം ലക്ഷദ്വീപിലെത്തുന്ന രണ്ടാമത്തെ ചിത്രം ദ്വീപ് എന്ന സിനിമയ്ക്ക് ശേഷം അവിടുത്തെ ഒരു കഥാപാത്രമാണ്, ആറ്റുകോയ എന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. എത്രമാത്രം പുതുമ തോന്നി ലക്ഷദ്വീപിൽ മുമ്പ് പോയിട്ടുണ്ടോ? ആദ്യത്തെ അനുഭവമാണോ? ആദ്യമായിട്ട് തന്നെയാണ് കപ്പലിൽ കയറുന്നതും ഈ ഒരു ദ്വീപിൽ പോകുന്നതും. ഈ ലക്ഷദ്വീപിൽ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന വളരെ ചുരുക്കം ഒരു ഭാഗങ്ങൾ എന്താണ് എടുത്തിട്ടുള്ളത്. ഈ കവർത്തി എന്ന ഐലൻഡിൽ ആദ്യമായിട്ടാണ് ഒരു മൂവി ക്യാമറ വന്ന് ഒരു ഷൂട്ടിംഗ് നടക്കുന്നത്. അത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല എന്താ പറയുക ജനങ്ങളും കാര്യങ്ങളും അവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലൊരു വളരെ എന്താ പറയുക വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ അനുഭവമായിരിക്കാം. ഞാനിങ്ങനെ ഇതുവരെ അത് നമ്മൾ കേൾക്കാത്ത ഭാഷയാണ്. ഇപ്പോൾ ഹിന്ദിയോ തെലുങ്കോ അല്ലെങ്കിൽ തമിഴോ നമ്മൾ കേട്ട് പരിചയമുള്ള ഭാഷയാണ്. ഈ ഒരു ഭാഷ നമുക്ക് ആർക്കും തന്നെ പരിചയമില്ല. നമ്മളൊരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു മിമിക്രിയിലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലോ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ഭാഷയല്ല. അപ്പോൾ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സച്ചി പലപ്പോഴുമായിട്ട് അവിടെ ഈ ലൊക്കേഷൻ കാണാൻ പോവുകയും അവിടുത്തെ കുറേ സുഹൃത്തുക്കളുമായി മിങ്കിൾ ചെയ്തിട്ട് ഇതെല്ലാം നേരത്തെ സ്ക്രിപ്റ്റിൽ നല്ലപോലെ എഴുതി വെച്ചിരുന്നത് കൊണ്ട് നേരത്തെ അത് പഠിക്കാനും പിന്നെ എന്താ പറയുക അവിടുത്തെ കുറേ സുഹൃത്തുക്കളുടെ ഹെൽപ്പും എല്ലാം കൊണ്ട് തന്നെ അത് ഭംഗിയായി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവിടെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഭാഷ നന്നായിട്ട് അറിയാം, നമ്മൾ പഠിച്ചു പറയുന്നതാണ്. അത് കേട്ട ശേഷം അവരെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു? അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞത് അവരെ പോലെ തന്നെ പറയുന്നു അല്ലെങ്കിൽ അവരെക്കാളും ഭംഗിയായിട്ട് പറയുന്നുണ്ടല്ലോ എന്നുള്ള അഭിപ്രായം പറഞ്ഞു എൻ്റെ അടുത്ത്. അതിന് ഒരു 1-2 കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഒന്ന് ആ ഭാഷയിൽ തന്നെ അവർക്ക് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ കൃത്യമായിട്ടൊരു ഓർമ്മയില്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അത് പൃഥ്വിരാജിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു മോക്ക് ഡ്രിൽ എന്ന ഒരു സീനിൽ വരുന്നതാണ്. അപ്പോൾ കടലിൽ വന്ന് വീണിട്ട് പിന്നെ നനഞ്ഞ് കുളിച്ച് വരുമ്പോൾ ഒരു സീനിൽ പറയുന്നൊരു ഡയലോഗുണ്ട്. ആരും ചോദിക്കും സാർ എന്താ കടലിൽ നീന്തി വന്നത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് സാർ ബന്ന പാടങ്ങളിൽ ജമുനയ്ക്ക് താഴെ വെച്ച് കൊടുത്ത് കടലിലേക്ക് സാടി ഒരു നേവിക്കാരനെയാണ് പിടിച്ചു കൊടുത്തത് എന്ന് പറയുന്ന രീതിയിലുള്ള നമുക്ക് കേൾക്കുമ്പോൾ മലയാളം തന്നെയാണത്. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ വേറെ ചില വാക്കുകളും കാര്യങ്ങളൊക്കെ കയറി വരുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. നമുക്കത് കേട്ട് കഴിഞ്ഞാൽ അവിടെ പോയി അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. അവർ നമ്മളടുത്ത് മലയാളത്തിലാണ് പറയുന്നവർ. മലയാളത്തിൽ തന്നെ വേറൊരു സ്ലാങ് ഉപയോഗിക്കുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ടോട്ടലി വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജസ്രി എന്ന ഭാഷ ഉപയോഗിക്കുന്നത്. അത് ഈ തമിഴ്, അറബി, കുറച്ച് മലയാളം ഒരു അവരവിടെ എത്തപ്പെട്ട ആളുകളായിട്ട് വന്നതിന് ശേഷം അവിടെ രൂപീകരിക്കേണ്ട ഭാഷയാണോ അതോ അതിൻ്റെ ഒരു അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഭാഷ തന്നെ ആയിരിക്കണം? കാരണം അവർ ലിപിയില്ല. കാരണം ഇതിൻ്റെ ഒരു അവിടെ ആൾതാമസം ഉണ്ടായതിനെ കുറിച്ച് പറയുന്നത് തന്നെ ചേരമാമ്പിരി പെരുമാൾ മതം മാറി മക്കയ്ക്ക് പോയപ്പോൾ
അദ്ദേഹത്തോട് താല്പര്യമുള്ള മലബാറിലെ കുറേ ആളുകൾ പായക്കപ്പലിൽ അന്വേഷിച്ചു പോയി. പക്ഷെ കടലിൽ കിടന്ന് നാട്ടം തിരിഞ്ഞ് അവർ ആ ദ്വീപിൽ വന്ന് കയറി. അങ്ങനെ ആണ് അവിടെ ആൾത്താമസം ഉണ്ടായെന്നാണ് പറയുന്നത്. പിന്നീട് ഇവിടുത്തെ ലക്ഷദ്വീപിൻ്റെ ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ കൂടുതൽ നടന്നിരുന്നത് മംഗലാപുരമായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കന്നഡ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷയുടെ കുറച്ച് എന്തൊക്കെയാണ് മിക്സ് ആയിട്ടുള്ളതാണ് അവർ. അത് പഠിക്കുന്നതും എഴുതുന്നതൊക്കെ മലയാളം തന്നെയാണ്. ഈ സിനിമ ലക്ഷദ്വീപിൽ പറയുക, അതിൻ്റെ വെല്ലുവിളി വളരെ വലുതാണ്. നിങ്ങളുടെ ഒരു കൂട്ടായ യാത്ര, അവിടെ ചെന്നിട്ട് അത്രയും കാലത്തൊരു അവിടെ താമസം അത് ചിത്രീകരിച്ചിട്ട് പോരുക, പിന്നെ ഒന്നുപോലും മിച്ചം പോലും വെക്കാൻ പറ്റില്ല, ഒരു ഷോട്ട് പോലും മിച്ചം വെക്കാതെ എടുത്തിട്ട് വേണം തിരിച്ചു വരാൻ, പിന്നെ പോകാനും പറ്റത്തില്ല. എന്തായിരുന്നു മനസ്സിൽ മറ്റൊരു ദ്വീപിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ലക്ഷദ്വീപ്? അല്ല, മറ്റൊരു ദ്വീപിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഇത് ലക്ഷദ്വീപിൽ മാത്രം സംഭവിക്കാവുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനെയാണ്. കാരണം ഈ ലക്ഷദ്വീപിന് അതിൻ്റെതായ ഒരുപാട് പെക്യുലാരിറ്റീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപ് നമ്മളുടെ കൊച്ചിയിൽ നിന്ന് 218 നോട്ടിക്കൽ മൈൽ മാത്രം, അതായത് അറൗണ്ട് 300 കിലോമീറ്ററോ മറ്റോ അകലമുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ, കാരണം ഷിപ്പിൻ്റെ ഷെഡ്യൂളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ചെന്നുപെട്ട ഒരാൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കൊച്ചിയിലെത്തണം എന്ന് വിചാരിച്ച് ചിലപ്പോൾ 4, 5, 6 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരാൻ പറ്റും. ഒന്ന് സീ റഫായി കഴിഞ്ഞാൽ പിന്നെ ഷിപ്പില്ല. അപ്പോൾ ആ നാട്ടിൽ ആർക്കും പച്ചക്കറി ഇല്ല, പാലും ഇല്ല, ഒന്നുമില്ല, ആ അവസ്ഥ എല്ലാവർക്കും. നമുക്കങ്ങനെ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നേരിടേണ്ടി വന്നു? എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രീ പ്ലാൻഡ് ആയിരുന്നു. കാരണം ഫുഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവിഷണറീസ് എല്ലാം കൊണ്ടാണ് നമ്മൾ പോയത്. ഷിപ്പിൽ പോകുമ്പോൾ തന്നെ അത്യാവശ്യത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും, മരുന്നുകളും എല്ലാം എമർജൻസിക്ക് അവിടെ നിന്ന് കയറി വരാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മുടെ പടത്തിൻ്റെ ഒരു പ്രധാന ഒരു എലമെന്റ്. ഇതിൻ്റെ ഒരു ദൃശ്യം എടുക്കുന്നതിൽ, ലക്ഷദ്വീപിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ, അതിൽ പൂർണ്ണമായും ഈ സിനിമയുടെ ദൃശ്യങ്ങൾ കൊണ്ട് അത് വിജയിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ നിരൂപണങ്ങൾ വരുന്ന സമയത്തെല്ലാം എഴുതി വരുന്നത്. എന്തൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ? ഇതിൻ്റെ ഒരു ദ്വീപൊക്കെ പോയി ലൊക്കേഷനിൽ പോയി കണ്ടതിനൊക്കെ ശേഷം ഇതിൻ്റെ ഒരു മറ്റ് ലെവലിൽ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ അതിനെന്തൊക്കെയായിരുന്നു തയ്യാറെടുപ്പ്? അല്ല, തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ലക്ഷദ്വീപിൽ ഒരു 30ഓളം ദ്വീപുകളുണ്ട്. അതിൽ 10 ആൾത്താമസമുള്ളൂ. ഈ ആൾത്താമസമില്ലാത്ത ദ്വീപുകൾ കൂടുതൽ സുന്ദരമാണ്. സെറീനായിട്ടുള്ള ഒരുപാട് ദ്വീപുകളുണ്ട്. ഇപ്പോൾ സുഹൈലി, ബംഗാരം, പറളി, ചെറുപറളി, തിണ്ടകര, അങ്ങനെ ഒരുപാട് ഇതുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം ഭീകരമാണ്. പക്ഷെ നമ്മൾക്ക് ഇത്രയും ആളുകളുമായിട്ട് പോയി താമസിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചുറ്റുപാടുണ്ടാവുന്നത് കവരത്തിയിലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതാണ്. കാരണം എല്ലാ ഐലൻഡിലും ഞാൻ പോയിട്ടുണ്ട്. ഈ ആൾത്താമസമുള്ള 10 ഐലൻഡിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കുറച്ചുകൂടെ കമ്പാരറ്റീവ്ലി ഫീസിബിളായിട്ട് നടക്കാവുന്ന ഒരു ഏരിയ കവരത്തി ഐലൻഡ്. കവരത്തിയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപിൻ്റെ ഇത് കവരത്തിയാണ്. അപ്പോൾ കവരത്തിയുടെ സൗന്ദര്യമാണ് നമ്മളിതിൽ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ കൂടുതലും ഏരിയൽ ഷോട്ട്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സൗന്ദര്യം കൂടുതൽ പകർത്താനായിട്ട്. ഇപ്പോൾ ലക്ഷദ്വീപിലുള്ളവർ എൻ്റെ സിനിമ കണ്ടിട്ട് നമ്മളോട് പറഞ്ഞത് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത് ഏരിയൽ വ്യൂ വരുമ്പോഴാണ് ദ്വീപിൻ്റെ ഒരു ഭംഗി, മനോഹാരിത കൂടുതലായിട്ട് വരിക. അപ്പോൾ അത് നമ്മളുടെ എന്താ പറയുക, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അത്രയും മനോഹരമായിട്ട് ഇതുണ്ട്. സ്വിത്ത് വാസുവിൻ്റെ മനോഹരമായ ക്യാമറയാണ്, എൻ്റെ വർക്കാണ്. പിന്നെ ഏരിയൽ ഷോട്ട്സ് എടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞാൽ തന്നെ, കാരണം നമ്മളുടെ ഈ ഹെലിക്യാം ഉപയോഗിച്ചാണ് അത്തരം ഷോട്ടുകൾ എടുത്തിരിക്കുന്നത്. ആ ഹെലിക്യാം ഓപ്പറേറ്റ് ചെയ്ത റോഷൻ മുഹമ്മദ് വളരെ ഭംഗിയായിട്ട് ഈ വളരെ കയ്യൊതുക്കത്തോടുകൂടി തന്നെ ആ ഷോട്ടുകളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ലക്ഷദ്വീപിനെ ഭംഗിയായിട്ട് കാണിക്കുമോ എൻ്റെ പരമാവധിയാണത് മാക്സിമം. ഇതിൽ താരനിർണ്ണയം, സുരേഷ് കൃഷ്ണൻ അടക്കമുള്ള താരങ്ങൾ, ഇതിൻ്റെ ഒരു തിരക്കഥാ രൂപീകരണത്തിന് ശേഷം അത് എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഈ പറയുന്ന ഒരു കോമ്പിനേഷനിലേക്ക് എത്തുന്നത് ബിജു മേനോൻ അതിൻ്റെ നർമ്മത്തിൻ്റെ എലമെൻറ്റിൽ തിയേറ്ററിൽ പൊട്ടിച്ചിരി വാരി വിതറുകയാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കാസ്റ്റിംഗ്? അതായത് പൂർണ്ണമായും തിരക്കഥ എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം പൃഥ്വിരാജിനെ തന്നെ കാണുന്നത്. അപ്പോൾ പൃഥ്വിരാജിന് അല്ലാതെ ഒരു കഥ പറഞ്ഞിട്ട് അങ്ങനെയല്ല. അപ്പോൾ തിരക്കഥ മുഴുവൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു, ഓക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ സക്കറിയ, ആറ്റക്കോയ, ഇതൊക്കെ ആരാണ്? കാരണം ഈ പൃഥ്വിരാജ് കൂടുതൽ കൺസേൺഡ് ആയിരുന്നു മറ്റ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ജസരി ഭാഷ പറയുന്ന ഈ കഥാപാത്രം, അതായത് ആറ്റക്കോയ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവിടുത്തെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാനാണോ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞു അത് ഒരിക്കലുമില്ല. കാരണം ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ മാത്രമേ ആ കഥാപാത്രം നിൽക്കുള്ളൂ. കാരണം ഒരുപാട് ഇമോഷണൽ വേരിയേഷൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ സുരേഷ് കൃഷ്ണയാണ്. അന്ന് ഞാൻ സുരേഷായിട്ട് അധികം പങ്കുവെച്ചിട്ടില്ല. കാരണം ഇങ്ങനെ കഥാപാത്രമുണ്ട്, നോക്കട്ടെ എന്നുള്ള മട്ടിലാണ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബിജു മേനോൻ. അപ്പോൾ ഈ ബിജു മേനോനെ സംബന്ധിച്ച് ഈ ആ കഥാപാത്രം 100% കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഏത് നടനോടുകൂടിയും വളരെ മനോഹരമായ രീതിയിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ബിജുവായിട്ട് ഇങ്ങനെയുള്ളൊരു കഥാപാത്രം, അല്ലെങ്കിൽ ഈ അടുത്ത് നിൽക്കുന്നൊരു കഥാപാത്രം, സപ്പോർട്ടിങ് അങ്ങനെ ചെയ്യുന്നൊരു കഥാപാത്രം ബിജു പൃഥ്വിരാജുമായിട്ടുള്ള കോമ്പിനേഷനിൽ വന്നിട്ടില്ല ശരിക്കും. പക്ഷേ എനിക്ക് 100% ഉറപ്പായിരുന്നു. ബിജു ആണെന്ന് പറഞ്ഞപ്പോഴും പൃഥ്വിരാജ് ഭയങ്കര എന്താ പറയുക ഹാപ്പി ആയിരുന്നു. പിന്നെ സുരേഷിൻ്റെ കാര്യത്തിൽ
ചോദിച്ചു ആ ഭാഷയൊക്കെ സുരേഷ് ഏട്ടൻ പറഞ്ഞാൽ അത് എങ്ങനെയുണ്ടാവും. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക, അത് അത്രയേ ഉള്ളൂ, കാരണം അതിനകത്തൊരു ടെൻഷനേ വേണ്ട, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് കൊടുത്തതാണ്. പക്ഷെ സുരേഷൻ ഞാൻ വിചാരിച്ചതിലും ഒരുപാട് നന്നായിട്ടാണ് ആ ഭാഷ പറഞ്ഞതും ആ ഒരു ശരീരഭാഷ നിലനിർത്തിയത് അവസാനം വരെ. ഇങ്ങനെ പലരും പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ആരംഭിക്കുന്ന സമയത്തും ഇത് കഴിയുമ്പോഴും ഈ ഒരു ടെൻഷൻ, കാരണം സ്വയം നമുക്ക്, കാരണം അവരെ നമ്മൾ എന്താ മോശം പറയുന്നതല്ല, കാരണം എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് എല്ലാ വേഷങ്ങളൊന്നും കയറി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു വേഷം സച്ചിയായതിൻ്റെ പേരിൽ സ്ക്രിപ്റ്റ് ഒരു ഫുൾഫിൽ ആയ ശേഷം പലപ്പോഴും ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ പിന്നീട് ഷൂട്ടിംഗ് അടുക്കുന്നവരൊരു പേടി അകത്തിങ്ങനെ, കാരണം ഈ ജസ്രി ഭാഷയും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ട് മോശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ ഒരു വിഷമമല്ല ഇത്. പക്ഷേ ഈ സിനിമ ഇറങ്ങുന്നവരേക്കോ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. സിനിമ ഇറങ്ങിയ ശേഷം ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും അല്ലെങ്കിൽ ഓഡിയൻസും എല്ലാവരും വിളിച്ച് നല്ല റിവ്യൂവിൽ എഴുതിയിരിക്കുന്നതാണ്. സുരേഷ് കൃഷ്ണയുടെ ഒരു ട്രാക്ക് മാറ്റത്തിന്റെ ഒരു വഴിയുണ്ട്, ഒരു സമയത്തിന് ശേഷം വന്നൊരു മാറ്റമുണ്ട്, ചേട്ടായിസിലൊക്കെ പറയുന്നത് അത് നമ്മൾ തമാശ രൂപേണ പറയുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എത്തുമ്പോൾ പിന്നെ ആ ഒരു ചേഞ്ചിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് വരാൻ കഴിയുന്നുണ്ട്. ഈ ഒരു മാറ്റം എങ്ങനെ നോക്കി കാണുന്നു? ഒരു നോർമലി സിനിമ ഇതുവരെയും കൺവെൻഷനായി നിലനിന്നൊരു രീതിയുണ്ട്, അതിൽ എല്ലാ കാലത്തും സുരേഷ് കൃഷ്ണയും ആ രീതിയുടെ ഭാഗമായി തന്നെ നിന്നാണ്. ഇതിപ്പോൾ ഒരു ചേഞ്ചിലേക്ക് മാറിയിരിക്കുകയാണ്, ആ ചേഞ്ചിൻ്റെ ഭാഗമായി സുരേഷ് കൃഷ്ണയും മാറുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചൊരു വെല്ലുവിളിയായിരുന്നു ഈ ഒരു ആറ്റക്കോയ എന്ന കഥാപാത്രം. അതിപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്, ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളൊക്കെ നല്ല നല്ല റിപ്പോർട്ടുകൾ വരുന്നു. തീർച്ചയായിട്ടും അതുപോലത്തെ നല്ല വേഷങ്ങൾ ഇനി തേടി വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ തിരക്കഥയെ സംബന്ധിച്ചിട്ടൊരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയ തിരക്കഥ കണ്ടെത്തിയതിൻ്റെ എന്താണ് ശരിക്കും അത് സംബന്ധിച്ചത്? അല്ല, അതായത് ഞാൻ പൂർണ്ണമായും തിരക്കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹാൻഡ് റിട്ടൺ കോപ്പിയാണ് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എഴുതാറ്, എപ്പോഴും ടൈപ്പ് ചെയ്യാറ് അങ്ങനെയൊന്നുമല്ല, കമ്പ്യൂട്ടറിലല്ല ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് DTP എടുക്കില്ല. അപ്പം ഞാനിത് ഫുൾ തിരക്കഥ എഴുതി തീർത്തതിന് ശേഷം അതിൻ്റെ ഹാൻഡ് റിട്ടൺ കോപ്പി ഒരു ബാഗിലാക്കി വെച്ചിട്ട് എൻ്റെ കാറിലുണ്ടായിരുന്നു. ഞാനൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ ഡ്രൈവറിനെ കണ്ടുപിടിച്ച് ആരോ ഇത് എടുത്തുണ്ട്. അപ്പോൾ ഒരു ഐപാഡ് ഉണ്ടായിരുന്നു, ഈ സ്ക്രിപ്റ്റിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ കോപ്പി പോലും എടുത്ത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി രണ്ടാമത് ആ ഒരു കാരണം ആ ഡയലോഗുകൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇനി രണ്ടാമത് അത് എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. അപ്പോൾ ഒരാഴ്ച ശരിക്കും ഒരു തീ തിന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇത് തിരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു, അത് മുഴുവൻ കയ്യിൽ കോപ്പിയൊന്നുമില്ല, അപ്പോൾ അത് പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകളായിട്ട് വന്നു. പിന്നീട് ഞാൻ കേൾക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഏതോ ഒരു റൂറൽ ബസ് സ്റ്റേഷനിൽ, KSRTC സ്റ്റേഷനിൽ ബസ്സിൽ മറന്നു വെച്ച നിലയ്ക്ക് ഇത് കണ്ടെത്തുകയും ഇത് അവിടെ സ്റ്റേഷൻ ഓഫീസർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിലൊന്നും എൻ്റെ പേരോ ഒന്നുമില്ല, സ്ക്രിപ്റ്റിലൊന്നും അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വെച്ച ബാഗിനകത്ത് എൻ്റെ ഒരു ഈ ആയുർവേദ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ടാണ് കോൺടാക്ട് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ കേസിൽ തൊണ്ടി മുതലായതുകൊണ്ട് ഈ സെൻട്രൽ സ്റ്റേഷനിലെ 2 കോൺസ്റ്റബിൾസ് അവിടെ പോയി മഹസർ എഴുതിയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ പോയിട്ട് കച്ചിട്ട് എഴുതി കൊടുത്തിട്ടാണ് അത് കൈമാറുന്നത്. ഇനി അത് വിചാരണ സമയത്ത് വേണ്ടി വന്നാൽ ഇത് ഒറിജിനൽ ഹാജരാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആർക്കെങ്കിലും തിരിച്ചു വന്നത്. അതിനകത്ത് നിങ്ങൾ നടന്മാരോടൊപ്പം സംവിധായകരും നടന്മാരായി സിനിമയിലുണ്ട്, 5 സംവിധായകർ. ഇവരുടെയൊക്കെ ഒരു വരവും ഈ ഒരു ടോട്ടൽ ടീമിലും ഈ മൊത്തം താരം തന്നെ, ഇപ്പം 3 നായകന്മാർ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ നായകന്മാരൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു നല്ലൊരു കാസ്റ്റിംഗ് ആണ്. ഇവരത് മൊത്തം ഒരു ടോട്ടൽ ടീമിനെ എങ്ങനെ നോക്കി കാണുന്നു? അയ്യോ, അവർ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് സിനിമയ്ക്കകത്ത്. ശ്യാം പ്രസാദ് ഉണ്ട്, മേജർ രവി, മധുപാൽ, രഞ്ജി പണിക്കർ, VKP, ഇവരൊക്കെ ഒരു പക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും നല്ല നടന്മാരായി പോലും വരാൻ പറ്റാവുന്ന അത്രയും കഴിവുള്ള ആൾക്കാരാണ്. ശ്യാമേട്ടനൊക്കെ ആ ഒരു സോങ് ചെയ്തിട്ടുള്ളതൊക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. മേജർ രവി ആണെങ്കിലും ഉള്ള സീൻസ് ഇവരൊക്കെ 1-2 സീനിലേ വരുന്നുള്ളൂ, പക്ഷേ ഉള്ള സീൻ അവരുടേതായിട്ടുള്ള ഭാഗം ഭംഗിയായി ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരാണ്. പാട്ടുകളെ കുറിച്ച് നമ്മൾ പറയണം, കാരണം ഇതിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആളുകളെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ വളരെ സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ നിർബന്ധമായത് വേണം എന്ന അവസ്ഥയിലായി. മികച്ച പാട്ടുകളാണ്. ഈ പാട്ടുകളൊക്കെ ഇറങ്ങിയതിന് ശേഷം അതിന് കിട്ടിക്കൊണ്ടിരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ കിട്ടുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? എല്ലാ പാട്ടുകൾ നേരത്തെ ബിഫോർ റിലീസ് തന്നെ പാട്ടുകൾ ഹിറ്റായിരുന്നു. ഈ പാട്ടുകൾ എഴുതിയിട്ടുള്ളതിൻ്റെ നിർമ്മാതാവ് തന്നെയാണ് രാജീവ് നായർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ രാജീവ് ഇതിനകം തന്നെ വേറെയും പടങ്ങളിൽ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. രാജീവിൻ്റെ ഏതാണ്ട് എല്ലാ പാട്ടും നല്ല ഹിറ്റ് പാട്ടുകളായിരുന്നു. പിന്നെ ഹിന്ദി പാട്ട് എഴുതിയിട്ടുള്ള മനോജ് മുൻടാഷറാണ് ഇതിലെ കവാലി സോങ് എഴുതിയിരിക്കുന്നത്. ശ്യാം പ്രസാദ് അഭിനയിക്കുന്ന പാട്ട് എഴുതിയിട്ടുള്ളത്, മൊഹബത്ത് എന്നുള്ള പാട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ രാജുവിൻ്റെ പാട്ട് നേരത്തെ തന്നെ ഏതാണ്ട് ഒരു എന്ന് ലോഞ്ച് ചെയ്ത് അന്നോട്ട് തന്നെ ഹിറ്റാണ്. കാരണം വിദ്യാസാഗറിൻ്റെ ആണ് ഈണങ്ങളും പശ്ചാത്തല സംഗീതവും.
അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ പാട്ടുകൾക്കും നല്ല റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സോങ് കൂടെ ചാനലിൽ വരാനുണ്ട്, സിനിമയിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സോങ് ഉണ്ട്. മറ്റൊരു പ്രത്യേകത കണ്ടതിൻ്റെ ഒരു ടീസർ അവിടുത്തെ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള ഒരു അവിടെ സിനിമ തിയേറ്റർ ഇല്ല എന്നുള്ള അതും വേറെ കാര്യമാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഒരു ആവേശം എത്രമാത്രം ചേഞ്ച് ഉണ്ടായിരുന്നു ആ സമയത്ത്? എനിക്ക് ലക്ഷദ്വീപിൽ നിന്ന് ഒരുപാട് പേര് വന്നു ഇവിടെ. അതായത് കഴിഞ്ഞ 4-5 ഷിപ്പുകളായിട്ട്, കാരണം എല്ലാം ഫുള്ളായിട്ടാണ് വരുന്നത്, സീറ്റ് ഇല്ല, എല്ലാവരും വരുന്നത് അനാർക്കലി കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ അനാർക്കലി ഇവർ 4-5 തവണ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ കുറേ പേര് ഷിപ്പ് കിട്ടാതെ, പടം കണ്ടു കഴിഞ്ഞിട്ടും കിട്ടാതെ നിൽക്കുന്നവരുണ്ട്, അടുത്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അടുത്ത ഷിപ്പിന്റെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് അവർ റിലീസിന്റെ 3 മാസം മുമ്പ് തൊട്ട് തന്നെ ഇവിടെ പല ലോഡ്ജുകളിലും അവർ താമസിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, എത്രയോ ദിവസമായിട്ട്. അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ വെറുതെ ഒരു പാട്ടെടുക്കാൻ പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ആ ഭൂപ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു കഥ പറയാൻ പോവുകയോ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ, അവരുടെ എന്താ പറയുക സാംസ്കാരികമായിട്ടുള്ള ഏരിയ, അവരുടെ നിഷ്കളങ്കത, അവിടുത്തെ ഒരുപാട് പെക്യുലാരിറ്റീസ്. കാരണം ജയിൽ വരെ അവിടെ പൂട്ടിക്കിടക്കുക, കാരണം അവിടെ ക്രൈമില്ല. അപ്പം അങ്ങനെയുള്ള ഈ അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി ഉള്ളൊരു ജനങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സംസ്കാരവും അവരുടെ സംഗീതവും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഈ സിനിമയിൽ വളരെ എന്താ പറയുക ആ കഥാഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ആ ദ്വീപിലെ നായയില്ല, പാമ്പില്ല, ആത്മഹത്യയില്ല, മദ്യമില്ല, കാക്കയില്ല, അങ്ങനെ ഇതൊന്നും ആ ദ്വീപിലില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു കൊച്ചു സംസാരത്തിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ്. സിനിമ തിയേറ്ററിൽ എത്തുന്ന ദിവസം വരെ ഉണ്ടായിരുന്ന ടെൻഷൻ ഇപ്പോഴുണ്ട് റിലാക്സേഷൻ രണ്ടുപേരെ സംബന്ധിച്ചിട്ടും മുഖത്ത് കാണാനുണ്ട്. ഇപ്പം പല തിരക്കിലും പെട്ട് സിനിമ കാണാണ്ട് നിൽക്കുന്നവരുണ്ട് ഇപ്പോഴും, മറ്റു പല കാരണങ്ങളുണ്ടൊക്കെ ആയിരിക്കും. അവരോട് പറയാനുള്ളത് എന്താണ് ഇനി? ഈ സിനിമ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ എന്നുള്ള മട്ടിൽ കാണണം, എന്തായാലും കാരണം വ്യത്യസ്തമാണ് ഇത്. കാരണം വ്യത്യസ്തമാണോ അല്ലേ എന്ന് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കഴിയുന്നത് കാണാൻ ശ്രമിക്കുക, കണ്ടു കഴിഞ്ഞിട്ട് അത് വ്യത്യസ്തമാണോ എന്ന് തീരുമാനിക്കുക. എന്തായാലും കാണാൻ ശ്രമിക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. പ്രണയം ഒരുപക്ഷെ മലയാള സിനിമയിൽ പല രീതികളിലും പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ മുതൽ. പക്ഷേ ഇത് ഒരു വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രണയമാണ്. അതിൻ്റേതായിട്ടുള്ള രസം ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ആരും അധികം പോയിട്ടുണ്ടാവില്ല, പോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷദ്വീപിൽ കൊണ്ടുപോയി അതിൻ്റെ കൂടെ ഒരു മനോഹരമായ ഒരു പ്രണയവും കാണിച്ചിട്ട് വളരെ എന്താ സന്തോഷത്തോടു കൂടി തിയേറ്ററിൻ്റെ പുറത്തിറങ്ങി വരാനുള്ള ഒരു സിനിമയായിരിക്കും ഇത്. തീർച്ചയായിട്ടും ആ കൊടുക്കുന്ന പൈസ എന്ന സാധനം ഞാൻ ഒരു റിവ്യൂ വായിച്ചു, കൊടുക്കുന്ന പൈസ മുതലാക്കാൻ പറ്റിയ സിനിമയാണ്. തീർച്ചയായും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ ഇന്നലെ ജയരാജ് വാറ്റി വന്ന് പറഞ്ഞ പോലെ ഗവി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കണ്ടതിന് ശേഷം ഗവിയിലേക്ക് ശേഷം ഗവിയിലേക്ക് ആളെത്തിച്ചെന്ന് പറയുന്ന പോലെ ഇപ്പോൾ ലക്ഷദ്വീപിലേക്കുള്ള അന്വേഷണമാണ് പ്രേക്ഷകർ ആരംഭിച്ചിരിക്കുന്നത്. അതിന് ഈ ഓൺലൈൻ സൈറ്റുകളിൽ ഇതേ സംബന്ധിച്ചുള്ള വാർത്തകൾ എന്താണ് എൻ്റെ വഴിയിൽ എന്നൊക്കെ പറഞ്ഞ് ഇടാൻ തുടങ്ങി. അത്രമാത്രം അതിൻ്റെ ഒരു ട്രെൻഡിങ് ആയിട്ട് നോക്കുകയാണ് ഇപ്പോൾ. അത് തന്നെയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ളൊരു ഘടകവും. രണ്ടുപേർക്കും എല്ലാ ആശംസകളും നേരുന്നു. തിരക്കഥാകർത്തായും സംവിധായകനായും ഇനിയും നല്ല നല്ല സിനിമകൾ അനാർക്കലി പോലെ അല്ലെങ്കിൽ അനാർക്കലിയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു വഴിമാറ്റം എന്ന് നമ്മൾ പറഞ്ഞത് അത് വലിയൊരു മാറ്റത്തിലേക്ക് എത്തട്ടെ, നല്ല നല്ല കഥാപാത്രം കിട്ടട്ടെ. രണ്ടുപേർക്കും എല്ലാ ആശംസകളും. താങ്ക് യു.